നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു ഉറുമ്പിൻ്റെയും പുൽച്ചാടിയുടെയും കഥയാണ്. ഒരിടത്തൊരിടത്ത് ഒരു മനോഹരമായ പൂന്തോട്ടമുണ്ടായിരുന്നു. അവിടെ രണ്ട് സുഹൃത്തുക്കൾ ജീവിച്ചിരുന്നു, ഒരു ഉറുമ്പും പുൽച്ചാടിയും. ഉറുമ്പ് വളരെ കഠിനാധ്വാനിയായിരുന്നു. അവൻ വീട് പണിയാനും ആഹാരങ്ങൾ ശേഖരിക്കാനും തുടങ്ങി. എന്നാൽ പുൽച്ചാടി ആവട്ടെ, ആഹാരം ശേഖരിക്കാനോ വീട് പണിയാനോ അവന് മടിയായിരുന്നു. അവൻ അലസനും മടിയനുമായിരുന്നു. അങ്ങനെ കടുത്ത വേനൽക്കാലം കഴിഞ്ഞ് മഴക്കാലം വന്നെത്തി. ഉറുമ്പാവട്ടെ ആഹാരം ശേഖരിച്ചു വെച്ചതിനാലും വീട് പണിതതിനാലും അവന് മഴക്കാലത്ത് വളരെ സുഖമായി ജീവിക്കാൻ കഴിഞ്ഞു. എന്നാൽ പുൽച്ചാടി ആവട്ടെ ആഹാരം ശേഖരിക്കാതെയും വീട് പണിയാതെയും നിന്നു. കടുത്ത മഴയിൽ അവൻ്റെ വീട് ഒലിച്ചുപോയി എന്നതു മാത്രമല്ല, കടുത്ത മഴയായതിനാൽ അവന് പുറത്തിറങ്ങി ആഹാരം ശേഖരിക്കാനും കഴിഞ്ഞില്ല. അപ്പോൾ പുൽച്ചാടി ഓർത്തു, ഞാൻ ഉറുമ്പ് പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരുമായിരുന്നില്ല. അങ്ങനെ പുൽച്ചാടി ഉറുമ്പിൻ്റെ വീട്ടിലേക്ക് പോയി. ഉറുമ്പ് പുൽച്ചാടിയുടെ പരിതാപകരമായ അവസ്ഥ കണ്ടിട്ട് അവന് അഭയം നൽകുകയും ആഹാരം കൊടുക്കുകയും ചെയ്തു. പുൽച്ചാടി പറഞ്ഞു, തൻ്റെ ഈ ദുഃഖകരമായ അവസ്ഥയിലും തന്നെ ഉറുമ്പ് സ്നേഹിക്കാൻ കാണിച്ച മനസ്സിന് 1000 നന്ദി. അങ്ങനെ പുൽച്ചാടി ഉറുമ്പിനോട് പറഞ്ഞു, ഞാൻ ഇനി ഒരിക്കലും പഴയതുപോലെ ആവില്ല. അലസനായും മടിയനായും ഇനി ഞാൻ ജീവിക്കില്ല. അങ്ങനെ മഴക്കാലം കഴിഞ്ഞു. പിന്നീടും വേനൽക്കാലം വന്നെത്തി. ഉറുമ്പിൻ്റെ കൂടെ പുൽച്ചാടി ആഹാരങ്ങൾ ശേഖരിക്കാനും വീട് പണിയാനും തുടങ്ങി. ബാക്കിയുള്ള സമയം മുഴുവൻ അവൻ മറ്റു കാര്യങ്ങൾക്കായി ചിലവഴിച്ചു. ഉറുമ്പും പുൽച്ചാടിയും എന്ന കഥ നമുക്ക് നൽകുന്ന ഗുണപാഠം: നാം നമ്മുടെ സമയം പാഴാക്കുകയും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുകയും ചെയ്യുന്നതിന് പകരം കഠിനാധ്വാനം ചെയ്യുകയും ഭാവിക്ക് വേണ്ടി എന്തെങ്കിലും കരുതി വയ്ക്കുകയും ചെയ്യുക.